ബീഹാറിൽ തേജസ്വി യാദവിനെ പ്രതിപക്ഷ നേതാവായി വീണ്ടും തെരഞ്ഞെടുത്തു. വലിയ പരാജയത്തിന് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ കലഹം ഒരു വശത്ത് മുറുകുന്നതിനിടെയാണ് തേജസ്വി യാദവിനെ പ്രതിപക്ഷ നേതാവായി വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം നേരിട്ട വൻ പരാജയം അവലോകനം ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തേജസ്വി യാദവിനെ തെരഞ്ഞെടുത്തത്. പാട്നയിലെ തേജസ്വി യാദവിന്റെ വസതിയിൽ ചേർന്ന RJD MLA-മാരുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. എന്നാൽ ഒരു സീറ്റിന്റെ മാത്രം ബലത്തിലാണ് തേജസ്വി യാദവിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിച്ചിരിക്കുന്നത്. 243 അംഗ നിയമസഭയിൽ 10% സീറ്റ് നേടാനായാൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കൂ എന്നിരിക്കെ 24 സീറ്റുകളാണ് ലഭിച്ചിരുന്നതെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കില്ലായിരുന്നു. RJDക്ക് 25 സീറ്റുകളാണ് ലഭിച്ചത്. ഒരൊറ്റ സീറ്റിന്റെ ബലത്തിലാണ് RJDക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നത്. അതായത് ഒരു സീറ്റ് കുറഞ്ഞിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാൻ RJDക്ക് ആകുമായിരുന്നില്ല. 25 സീറ്റുകൾ നേടിയ RJDയാണ് മഹാസഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാപരമായ പദവി സ്വന്തമാക്കാൻ പ്രതിപക്ഷത്തെ ഏതെങ്കിലും കക്ഷിക്കാകുമോ എന്ന് പോലും സംശയം ഉയർന്നിരുന്നു. 243 സീറ്റുകളിൽ 202 NDA നേടിയപ്പോൾ മഹാസഖ്യത്തിന് 35 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. കോൺഗ്രസിനാകട്ടെ 6 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 243 അംഗ നിയമസഭയിൽ 89 സീറ്റുകൾ നേടി BJP-യാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ JDU 85 സീറ്റുകളാണ് നേടിയത്. ചിരാഗ് പസ്വാന്റെ ലോക ജനശക്തി പാർട്ടി 19 സീറ്റുകളും സ്വന്തമാക്കി. എന്തായാലും വലിയ പരാജയം RJD-യിൽ എന്ന പോലെ തേജസ്വി യാദവിന്റെ കുടുംബത്തിലേക്കും വലിയ പ്രതിഷേധവുമായി മാറിയ അവസ്ഥയിലും പാർട്ടി MLA-മാർ തേജസ്വിയെ കൈവിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്.